നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റി ഇന്നലെ FA കപ്പിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുമ്പോൾ ആ കളിയിൽ കിടിലൻ പെർഫോമൻസാണ് ബ്രസീലിയൻ യുവതാരം സാവിയോ നടത്തിയത്. സാവിയോ അല്ലെങ്കിൽ സാവിഞ്ഞോ ഒക്കെ ഒരാൾ തന്നെ. അപ്പോൾ സാവിഞ്ഞോയെക്കുറിച്ച് പെപ് ഗാർഡിയോള പറയുന്നു, അവൻ്റെ സ്പീഡ്, ഈ ഏജിൽ ഓൺ സിറ്റുവേഷനിൽ അവൻ കാണിക്കുന്ന മികവ്, അവൻ അൺസ്റ്റോപ്പബിളാണ്. അവൻ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ടോപ്പ് പ്ലെയറെ ആയിരിക്കും ലഭിക്കുക. പലവട്ടം ഇത് പെപ്പ് പറഞ്ഞിട്ടുണ്ട്. സവിഞ്ഞ് ഇപ്പോഴും ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടില്ല. ഇപ്പോഴും അവൻ റോയാണ്, നമ്മളിങ്ങനെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവൻ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുമ്പോൾ ടോപ്പ് പ്ലെയറായിട്ട് അവൻ മാറുമെന്നാണ് പെപ്പ് വീണ്ടും പറയുന്നത്. അതോടൊപ്പം ജോൺ സ്റ്റോൺസ് ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞു സാവിയോയെക്കുറിച്ച്, എത്ര ഡയറക്റ്റായിട്ടാണ് അവൻ കാര്യങ്ങൾ എടുക്കുന്നത്, അവൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അവൻ്റെ വേഗത നോക്കുക, ഒരാളെ മറികടന്നിട്ട് പിന്നെ ഫുൾ സ്പീഡിൽ അവൻ പോകുന്നത്, അത് ഇൻക്രെഡിബിളാണ്. അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു, ക്രോസുകൾ കൊടുക്കുന്നു, അവൻ ചാൻസസ് ഉണ്ടാക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ വളരെയധികം സന്തോഷവാനാണ് അവൻ്റെ കളിയിൽ. പരിക്കിൽ നിന്നും മടങ്ങി വന്ന് ഇങ്ങനെ കളിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കഴിഞ്ഞ കളിയിൽ അവൻ വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടില്ലേ. സോ ഒരിക്കൽ കൂടി അവൻ സെയിം പെർഫോമൻസ് ഈ കളിയിലും നടത്തുന്നു. ഇൻക്രെഡിബിൾ പ്ലെയറാണ് സാവിയോ എന്നാണ് ഇപ്പോൾ സഹതാരവും പറയുന്നത്. അതേസമയം സാവിഞ്ഞോ ന്യൂകാസിലിനെതിരെ കളിച്ച കളിയും നോക്കുക. 79 മിനിറ്റ് കളിച്ചു, 66 ടച്ചുകൾ, 4 ഷോട്ടുകൾ, 1 ഗോള്, 33 ആക്യുറേറ്റ് പാസുകൾ, 83% പാസിംഗ് ആക്യുറസി, 2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 3 സക്സസ്ഫുൾ ടേക്ക് ഓൺസ്, 6 ഡ്യുവൽസ് വിൻ ചെയ്തു, 1 ടാക്കിൾ നടത്തി. സോ മനോഹരമായിട്ടുള്ള പ്രകടനമാണ് കളിയിൽ സാവിഞ്ഞോ നടത്തിയത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.